ശബരിമലയിൽ മകരവിളക്ക് ദിനത്തിൽ സിനിമാ ഷൂട്ട് നടത്തിയതിൽ സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്ത് വനം വകുപ്പ്. പത്തനംതിട്ട റാന്നി ഡിവിഷണൽ ഓഫീസാണ് കേസെടുത്തത്. പമ്പയിലാണ് ചിത്രീകരണം നടത്തിയതെന്നായിരുന്നു സംവിധായകന്റെ വാദം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമലയും പമ്പയും സമീപ പ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ള ഒരു സിനിമാ ചിത്രീകരണമാണ് സംവിധായകൻ അനുരാജ് മനോഹർ പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അനുരാജ് ഒരു അനുമതി തേടിയിരുന്നു. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് സിനിമാ ചിത്രീകരണം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അക്കാര്യം സംവിധായകനെ അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് മകരവിളക്ക് ദിവസം പമ്പ നദിയോട് ചേർന്നുള്ള വനപ്രദേശത്ത് സംവിധായകൻ സിനിമാ ചിത്രീകരണം നടത്തിയത്. അതിനകത്താണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. വനം വകുപ്പ് കേസെടുക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് പമ്പ നദിയോട് ചേർന്നുള്ള വനപ്രദേശം എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവോയർ ആണ്. അപ്പോൾ അവിടെ അതിക്രമിച്ച് കയറി സിനിമാ ചിത്രീകരണം നടത്തി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടാകും. നിലവിൽ വനത്തിൽ അതിക്രമിച്ച് കയറി വന്യമൃഗങ്ങളുടെ അടക്കം ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് ഇപ്പോൾ റാന്നി ഡിവിഷനിൽ നിന്ന് കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അനുരാജ് മനോഹറിന് നോട്ടീസ് നൽകി അനുരാജിനെ വിളിച്ചു വരുത്തി വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് പോകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംവിധായകൻ അനുരാജ് മനോഹർ തന്നെ പറഞ്ഞിരുന്നു പമ്പയിലാണ് സിനിമാ ചിത്രീകരണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിന്ന് അനുമതിയൊക്കെ തേടിയതാണ് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനം വകുപ്പ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.